ഇപ്പോൾ മീഡിയ റിപ്പോർട്ട്സ് എടുക്കുകയാണെങ്കിൽ പാർട്ടി കമ്മിറ്റികളെയും റിപ്പോർട്ട്സിനെയും കോട്ട് ചെയ്തുകൊണ്ട് മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോൾ കളമശ്ശേരിയിൽ രാജീവ് കുറച്ച് സ്ട്രഗിൾ ചെയ്യുകയാണ് എന്ന് വാർത്തകൾ പറയുന്നു. അമ്പലപ്പുഴയിൽ പരാജയത്തിൻ്റെയും സാധ്യതകളുണ്ട് എന്ന് പാർട്ടി കോമ്രേഡ്സിൽ നിന്നുള്ള വിവരങ്ങൾ വെച്ചിട്ട് മീഡിയ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. എന്നൊക്കെ വെച്ചാൽ ഈ പ്രധാനപ്പെട്ട സ്ട്രോങ് ഹോൾഡ് ഏരിയാസിൽ പരാജയപ്പെടുന്നു, വലിയ നേതാക്കൾ പരാജയപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു വേവിന് സാധ്യതയുണ്ട് എന്ന് ഈ വി ഡി സതീശൻ പ്രതീക്ഷിക്കുന്നവരുണ്ടെന്ന് കാണാമല്ലോ. അതിലല്ലാതെ അതിൻ്റെ മറുവശത്തിൻ്റെ സാധ്യത താങ്കൾ എത്ര കാണുന്നുണ്ട്? ഇവിടെ ഇപ്പോ എന്റെ സുഹൃത്ത് ജയചന്ദ്രൻ പറഞ്ഞത്, അതായത് CPIയുടെ സംസ്ഥാന കൗൺസിലിൽ അങ്ങനെ ഒരു ചർച്ചയെ നടന്നിട്ടില്ല. രാവിലെ മുതൽ തന്നെ 10 സീറ്റുകളിൽ, ഇപ്പൊ നിലവിൽ 17 സീറ്റുള്ള CPI 10 സീറ്റുകളിൽ വിജയം ഉറപ്പിക്കുന്നു. എന്നാൽ അവരുടെ ഒല്ലൂരടക്കം, എന്റെ കോൺസ്റ്റിറ്റ്യുവൻസിയാണ് ഒല്ലൂരടക്കമുള്ള മണ്ഡലങ്ങൾ, ഒല്ലൂരും അതുപോലെ മന്ത്രി ചിഞ്ചുറാണിയുടെ മണ്ഡലം അടക്കമുള്ള സ്ഥലത്ത് ഒക്കെ വലിയ ഇത് നേരിടുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ആ നിലയ്ക്ക് നോക്കുമ്പോൾ, അതുപോലെ അതിനുശേഷം പിന്നെ CPM ജില്ലാ കമ്മിറ്റിയുടെ ആലപ്പുഴയിൽ നിന്നുള്ള, അതുപോലെ തന്നെ എറണാകുളത്തു നിന്നുള്ള, കാസർഗോഡ് നിന്നും കോഴിക്കോട് നിന്നും ഒക്കെയുള്ള രീതിയിൽ വാർത്തകൾ വ്യക്തമായിട്ട് വന്നു. അപ്പൊ ഇതിൽ നിന്നെല്ലാം സൂചിപ്പിക്കുന്ന ഒരു കാര്യം വ്യക്തമാണ്. അതായത് CPMന്റെ ആ വാർത്തകളെ വിശ്വസിക്കാമെങ്കിൽ ജില്ലാ കമ്മിറ്റികൾ കൊടുത്തിട്ടുള്ള, മണ്ഡലം കമ്മിറ്റികളിൽ കൊടുത്തിട്ടുള്ള കണക്കിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കമ്മിറ്റികൾ തയ്യാറാക്കി കൊടുത്തിട്ടുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDFന് കിട്ടിയിടത്തോളം സീറ്റുകൾ LDFന് കിട്ടില്ല എന്ന് അവർ തന്നെ സമ്മതിക്കുന്നത്. ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടൊരു വാർത്ത എന്താണെന്ന് വെച്ചാൽ മലബാറിൽ സീറ്റുകൾ കുറയും. പക്ഷെ മധ്യ തിരുവിതാംകൂറിലും തെക്കൻ തിരുവിതാംകൂറിലും സീറ്റുകളുടെ കാര്യമായ കുറവുണ്ടാവില്ല. എറണാകുളം ജില്ലയിൽ കഴിഞ്ഞ തവണ 5 കിട്ടിയ സ്ഥാനത്ത് 6 സീറ്റ് വരെ കിട്ടും എന്ന് പറയുന്നു. ആലപ്പുഴയിൽ പക്ഷേ അമ്പലപ്പുഴ സീറ്റിന്റെ കാര്യത്തിൽ അവർക്ക് വലിയ സംശയമുണ്ട്. അത് എന്തായാലും കുട്ടനാട് കഴിഞ്ഞ തവണ 1 സീറ്റ് കിട്ടിയെടുത്ത് ഇത്തവണ കുട്ടനാടും ഹരിപ്പാടും ഉറപ്പായിട്ട് ജയിക്കും. അമ്പലപ്പുഴ ഏറെക്കുറെ CPMന്റെ കണക്ക് തന്നെ വെച്ച് ചെയ്താൽ അമ്പലപ്പുഴയും G സുധാകരൻ ജയിക്കും എന്നുള്ള രീതിയിലാണ് ആ കണക്കുകൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ ഈ പറഞ്ഞ രീതിയിൽ കണക്കാക്കിയാൽ കോഴിക്കോട് ആ ജില്ലാ കമ്മിറ്റി കൊടുത്ത റിപ്പോർട്ട് വിശ്വസിക്കാമെങ്കിൽ, ആ വാർത്ത ശരിയാണെങ്കിൽ, കോഴിക്കോട് ഓൾറെഡി കഴിഞ്ഞ തവണ 2 സീറ്റ് ഉണ്ടായിരുന്ന സ്ഥാനത്ത് 4 സീറ്റുകളിൽ, നാദാപുരം അടക്കം 4 സീറ്റുകളിൽ, കോഴിക്കോട് സൗത്ത് അടക്കം 4, വടകരയും പിന്നെ കഴിഞ്ഞ തവണ ജയിച്ച മറ്റേ സീറ്റും, അങ്ങനെ 4 സീറ്റുകളിൽ UDF ജയം ഉറപ്പിച്ചിരിക്കുന്നു എന്ന രീതിയിലാണ് ജില്ലാ കമ്മിറ്റിയുടെ റിപ്പോർട്ടായിട്ട് മാധ്യമങ്ങളിൽ വാർത്ത വരുന്നത്. അപ്പൊ കാസർഗോഡ് എന്ന് വന്ന വാർത്തയാണെങ്കിൽ അവിടെ കഷ്ടിച്ച 4900 വോട്ടിന്റെ ഒരു ഭൂരിപക്ഷത്തിലാണ് VPP മുസ്തഫയ്ക്ക് സാധ്യതയുള്ളൂ. നേരെ മറിച്ച് ഉദുമയിൽ 1900 വോട്ടിന് പുറകിലാണ് എന്ന രീതിയിലൊക്കെ വാർത്തകൾ വരുന്നു. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന 90ലേക്ക് എങ്ങനെ എത്തും? തൃശ്ശൂരിലാണെങ്കിലും അവർ ഇന്ന് കൊടുത്ത കണക്ക് വിശ്വസിക്കാമെങ്കിൽ അവിടെ 3 സീറ്റുകളിൽ UDF ജയിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. തൃശ്ശൂർ ജയിക്കും, അതുപോലെ തന്നെ ഇവിടെ വടക്കാഞ്ചേരി ജയിക്കും, പിന്നെ മണലൂരും ജയിക്കും എന്ന രീതിയിൽ പറയുന്നത്. അപ്പൊ 1 എന്നുള്ളത് 3 ആയിരിക്കുന്നു. ഞാൻ വിചാരിക്കുന്നത് ചാലക്കുടി സിറ്റിംഗ് സീറ്റാണ്. ആ സീറ്റിൽ ഏറെക്കുറെ UDFന് വിജയം ഉറപ്പിക്കാവുന്ന ആ സാഹചര്യമാണുള്ളത് കഴിഞ്ഞ തദ്ദേശ ഭരണത്തിൽ. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ ഈ 90ന്റെ കണക്ക് എങ്ങനെയാണ് ശരിയാവുക? എല്ലാ ജില്ലകളിലും അവർക്ക് സീറ്റ് കുറവ്. തിരുവനന്തപുരത്ത് കഴിഞ്ഞ തവണ 1 സീറ്റേ ഉള്ളൂ. അവിടെ ഒരു 4 സീറ്റെങ്കിലും UDFന് കിട്ടുമെന്നുള്ള നിലയ്ക്കാണ് വാർത്തകൾ വരുന്നത്. കൊല്ലത്ത് കഴിഞ്ഞ തവണ 2 സീറ്റേ ഉള്ളൂ. അതിലൊരു 4-5 വരെയൊക്കെ എത്തിയിട്ടുണ്ട്. ആലപ്പുഴയിൽ 2 ഉള്ളത്, 4 ഏറെക്കുറെ അവര് തന്നെ സമ്മതിക്കുന്നു. അപ്പൊ ഇങ്ങനെ വരുമ്പോ എങ്ങനെയാണ് ഈ 90ന്റെ കണക്കൊക്കെ ശരിയാവുന്നത്? അവിടെ നിന്നുള്ള കണക്ക് ഓരോ ജില്ലയെടുത്ത് പരിശോധിച്ചാൽ 70നും താഴെ പോകുന്ന കണക്കുകളാണല്ലോ ജില്ലാ തലത്തിൽ നിന്ന് കമ്മിറ്റികൾ കൊടുത്തതായിട്ട് പറയുന്ന കണക്കുകൾ ആകെ ഒന്ന് ടാലി ചെയ്താൽ കിട്ടുന്നത്. അപ്പൊ അതെങ്ങനെയാണ് ശരിയാവുന്നത്? നിഷാദിന് ഇതിന് കണക്ക് കൂട്ടാവുന്നതേ ഉള്ളൂ. ഇവരെ ഉറപ്പിച്ച് നഷ്ടപ്പെടുമെന്ന് പറയുന്ന സീറ്റുകളുടെ എണ്ണം കണക്കാക്കിയാൽ ഈ പറയുന്ന 10-25 സീറ്റുകൾ അങ്ങനെ വരുന്നില്ല. എല്ലാ ജില്ലകളിലും കുറയുകയാണ്. കൂടുന്ന ഒരു ജില്ലയും നമ്മൾ കാണുന്നില്ല. പാലക്കാടായാലും തൃശ്ശൂരായാലും മലപ്പുറം ആയാലും കോഴിക്കോടായാലും കണ്ണൂരായാലും എവിടെയും സീറ്റ് കൂടുന്നില്ല. കുറയുന്ന കണക്ക് മാത്രമേ പുറത്തു വരുന്നുള്ളൂ. തൃശ്ശൂരിന് തെക്കോട്ടും അത് തന്നെയാണ് അവസ്ഥ. അങ്ങനെ വരുമ്പോ പിന്നെ എങ്ങനെയാണ് ഈ 90ന്റെ കണക്ക്, ശ്രീ ജയചന്ദ്രൻ പറഞ്ഞ കണക്ക് ശരിയാവുന്നത്? ഒരുപക്ഷെ UDFന്റെ 100 സീറ്റ് എന്ന് പറയുന്ന ഒരു എന്താ പറയുക, ഒരു ഓവർ കോൺഫിഡൻസ് ആകാം. അതിലേക്ക് എത്തിയില്ലെന്ന് വരാം. പക്ഷെ എങ്കിൽ പോലും ഈ പറയുന്ന LDFന്റേതായിട്ട് പുറത്തു വരുന്ന മാധ്യമ വാർത്തകൾ വിശ്വസിക്കാമെങ്കിൽ LDF തന്നെ സ്വയം ഒരു 70 സീറ്റിന് താഴേക്ക് സ്വയം കണക്ക് കൂട്ടുന്ന ഇതാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്നത്.
അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, ഈ പറഞ്ഞ രീതിയിലാണ് അവരുടെ എന്താ പറയാ, വളരെ ശക്തമായ മണ്ഡലങ്ങൾ തൃക്കരിപ്പൂരും ഉദുമയും അടക്കമുള്ള മണ്ഡലങ്ങളിൽ പോലും വളരെ ഒരു ജയിക്കുമോ തോൽക്കുമോ എന്ന് ഉറപ്പിച്ച് പറയാനാവാത്ത ഒരവസ്ഥ ഉണ്ടെങ്കിൽ നിഷാദെ, സ്വാഭാവികമായിട്ടും ഒരു തരംഗം, ന്യൂനപക്ഷ ഏകീകരണം നടന്നിരിക്കുന്നു എന്ന് തൃക്കരിപ്പൂരിന്റെ കാര്യത്തിൽ അവിടുത്തെ കമ്മിറ്റി വിലയിരുത്തിയിരിക്കുന്നു. ആ ന്യൂനപക്ഷ ഏകീകരണത്തിന്റെ പ്രശ്നം തന്നെയാണ് കേരളത്തിൽ സംഭവിക്കുന്ന ഈ പറയുന്ന ഒരു തരംഗത്തിലേക്ക് നയിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവാത്ത 2021 തെരഞ്ഞെടുപ്പിൽ LDF അനുകൂലമായി സംഭവിച്ച ഒരു ഏകീകരണം, ഒരു ന്യൂനപക്ഷ ഏകീകരണം